ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. In a parallel plate capacitor, with air between the plates, each plate has an area of 6 into 10 raised to minus 3 meter square. 6 into 10 raised to minus 3 meter square. And the distance between the plate is 3 millimeter. Calculate the capacitance. Okay. Second part. If the capacitor is connected to 100 volt, what is the charge on the plate of the capacitor? 100 volt. What is the charge on the plate of the capacitor? കണ്ടുപിടിക്കാല്ലോ അത്. ഞാൻ കണ്ടുപിടിച്ചോ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? കപ്പാസിറ്റൻസിന്റെ C=ε0 A/d. എല്ലാം ഡയറക്റ്റ് ആവാൻ കണ്ടുപിടിച്ചോ. ആ ഇക്വേഷൻ ഒന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ഫസ്റ്റ് തന്നത്. ഞാൻ ചെയ്തോ ആ ഇക്വേഷൻ. C=ε0 A/d -12 A divided by D. ആ ഫ്രണ്ടിൽ D. ഇനി കണ്ടുപിടിച്ചോ. എല്ലാം തന്നിട്ടുണ്ടല്ലോ. A തന്നിട്ടുണ്ട്, ഏരിയ എത്രയും തന്നിട്ടുണ്ട്. എവിടെ ഏരിയ? ഇതെന്താണ് എഴുതിയേക്കണത്? 3 millimeter അല്ലേ പറഞ്ഞേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഏരിയ 6 into 10 raised to minus 3 meters. ഞാൻ എഴുതിയിട്ടത് 6 എന്നല്ലേടാ. ഓക്കെ, ആ 17.70 into 10 raised to minus 12. ഓക്കെ, ഇനി അടുത്തത് കണ്ടുപിടിച്ചോ. ഇഫ് ദ കപ്പാസിറ്റർ നേരെ കണ്ടുപിടിച്ചോ. ഇനി Q = CV. പറ്റുന്ന പോലെ ചെയ്യാം. അതുകൊണ്ട് ഞാൻ ബോർഡിൽ ചെയ്യാം. പറ്റുന്നതായ അഖില ചെയ്താ കഴിഞ്ഞേ. എത്ര കിട്ടി? 17.7 into 10 raised to 2 കിട്ടിയ. എവിടെ നിനക്ക് എത്ര കിട്ടി? -12 കിട്ടി. എന്താടാ? ഇതില്ലേ പറയാം. ഡിസ്റ്റൻസ് എന്തെല്ലാം മില്ലിമീറ്ററിന്റെ മീറ്ററിലേക്കാക്കാൻ ഇൻറ്റു 10 raised to minus 3. പയ്യെ ചെയ്താൽ മതി, തെറ്റിക്കാതെ നമുക്ക് പയ്യെ ചെയ്തു. അപ്പൊ പഠിക്കും ചെയ്തു വരുമ്പോ. ഇതൊക്കെ അങ്ങോട്ട് സിമ്പിൾ ആക്കി എഴുതുന്നില്ല നല്ലത്. ഇതിനെ 10 square ആക്കിയിട്ട് പവർ മാത്രം ആക്കിയാൽ മതിയല്ലോ. കൃതിക്കിന് കിട്ടിയ കൃതിക്കുന്നല്ലടാ പേര്. ചെയ്തോ. 8.854 into 10 raised to minus 12. അനന്ത് കിട്ടിയ ആൻസർ 17.70. 10 raised to minus. കിട്ടിയില്ലെങ്കിൽ പറയണോ കേട്ടാ. ഇന്ന് കിട്ടിയാടാ. ഇവിടെ എങ്ങനെ ഇത് വന്നടാ? നോക്കി 3 millimeter ആണ് ഞാൻ പറഞ്ഞത്. മില്ലിമീറ്റർ ആകുമ്പോഴത്തേക്കും ഇൻറ്റു 10 raised to minus 2.
കിട്ടുന്നുണ്ടാടാ ജോലി കുഴപ്പമില്ലല്ലോ. എന്തേ കിട്ടിയാ? -12. ഒന്നെങ്കിൽ ഇത് 10 സ്ക്വയർ ആയിട്ട് എടുക്ക്. മതി 10 സ്ക്വയർ ആയിട്ടല്ലേ എടുത്തത്? ഓക്കെ അലേശ പയ്യെ ചെയ്താൽ മതി കേട്ടോ. ചെയ്താൽ മതി, അടുത്ത ദിവസം ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കളിയാക്കാം നീയായിരിക്കും. നീയല്ലേ പറഞ്ഞത് നിങ്ങൾ രണ്ടും. ഓക്കെ ഇനി ഈ ടൈപ്പ് ചെയ്യണ്ടല്ലോ, നമുക്ക് ചെയ്യണോ ഈ ടൈപ്പ്? ഭയങ്കര സിമ്പിൾ ആണ്, അതല്ലേ നീ പറയണത്? ഓക്കെ ഇങ്ങനത്തെ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ മാർക്ക് ചെയ്താൽ മതിയില്ലേ? വേറെ ചെയ്യാം. എഴുതിക്കോ. A 12 പൈക്കോഫാരഡ് കപ്പാസിറ്റർ. കഴിയാത്തവര് നീ കഴിഞ്ഞിട്ടില്ല ദേവാ? ഇല്ല, കണ്ടിന്യൂ ചെയ്തോ, അത് തന്നെ ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് പോയാൽ മതി. അഭിരാം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചെയ്യട്ടാ. A 12 പൈക്കോഫാരഡ് കപ്പാസിറ്റർ is connected to a 50 volt 50. How much electrostatic energy is stored in the capacitor? A 12 picofarad capacitor is connected to 50 volt battery. എഴുതിയാത്രയും. How much electrostatic energy is stored in the capacitor? ഇക്വേഷൻ നോക്കിയിട്ട് ആ ക്വസ്റ്റിന് പറ്റിയ ഇക്വേഷൻ ഏതാണ്? നമ്മളിപ്പോ എനർജിക്ക് നമ്മൾ 3 ഇക്വേഷനാ പഠിച്ചത്. അതിന് പറ്റിയത് ഏതാണ് അത് വെച്ച് ചെയ്യും. ½ CV². ഇത്രയൊക്കെ സിമ്പിൾ ആയിട്ടൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. ഞാനിപ്പോ ആ ഒരു പോർഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെയ്തതാ. അടുത്ത നമുക്ക് ചെയ്യാം, കുറച്ചുകൂടെ നമുക്ക് ഇടി നോക്കാം. 10⁻12. എന്റെ അമ്മ പഠിക്കണ്ടപ്പോട്ടാ, ഞാൻ പറഞ്ഞ പോലെ ഇല്ല. ഇങ്ങനെ വേണം ഗൗരി. എഴുതിയാടാ ക്വസ്റ്റ്യൻ? എഴുതിയാ? എവിടെ എത്തിയതേവാ? അത് കിട്ടിയാ? കുഴപ്പമില്ല, നീ പയ്യെ ചെയ്താൽ മതി. നമുക്ക് പയ്യെ ചെയ്തു ഒരു തിടുക്കോയിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോഴേ കിട്ടുള്ളൂ, അല്ലേ പേര്? നിനക്ക് കിട്ടിയതൊക്കെ അടുത്ത ചെയ്യുന്ന. -10⁻9 ആണല്ലേ? നോക്കട്ടെ, എന്തോ പവർ പോയിട്ടുണ്ടല്ലോ. 250 സ്ക്വയർ 250 50യുടെ സ്ക്വയർ എന്താണ് 250 ആയത്? ഓക്കെ നീ ചെയ്തോടാ, ഞാൻ പറഞ്ഞു കൊടുക്കാം. 3 ആപ്പ് തന്നാൽ മതി. കിട്ടിയ പിന്നെ എന്താ പവറിന്റെ കാര്യത്തിലാണോ മിസ്റ്റേക്ക് വന്ന? പവർ നോക്കിക്കേ, ഇവിടെ 10⁻³ ആയിരുന്നില്ലേ, അതിന് നമ്മൾ പൊക്കത്തേക്ക് എടുക്കാം. 10⁻, ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ആദ്യം നമുക്ക് ഇവിടെ -12 ഒരെണ്ണമുണ്ട്, പിന്നെ അല്ലാതെ തന്നെ വേറെ ഏതാ ഉള്ളത്? -8 ഉണ്ട്. -12 പ്ലസ് -8 ഇത് 3 × 10⁻³ പൊക്കത്തേക്ക് വന്നപ്പോ +3 ആയി. അപ്പൊ എത്ര വന്നു? ഒരു മിനിറ്റ് എടാ. അത് നിനക്ക് ഇച്ചവിടെ തോന്നടാ. അങ്ങോട്ടെ ഈ ഇച്ചവിടെ നിന്നടാ, ഇത് 3 ആയിരുന്നടാ, അതാ നിനക്ക് മിസ്റ്റേക്ക് വരുന്നത്. ഓക്കെ കിട്ടിയാ? എത്ര കിട്ടി? 15 യൂണിറ്റ് എന്താണ്? എനർജി ജൂൾ.
ആ 10⁻⁻12 പവർ ഏതായാലും പ്രശ്നമില്ല. 15 × 10⁻⁻9. ഓക്കെ, സോ അത് കിട്ടിയാ. യൂണിറ്റ് ഇടാൻ മറന്നു വരുതേ. അനന്തിന് കിട്ടിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു കൊടുത്തേടാ. ഋതിക്കിന് കിട്ടി. 16 ആയിപ്പോയി അവിടെ. 16 എങ്ങനെ വന്നടാ? ഓക്കെ, കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. A 600 picofarad a 600 picofarad capacitor is charged by 200 volt supply. A 600 picofarad capacitor is charged by 200 volt supply. It is then disconnected from the supply. And it is connected to another uncharged 600 picofarad capacitor. How much electrostatic energy is lost in the process? How much electrostatic energy is lost in the process? ഓക്കെ, ഈ ടൈപ്പ് നമ്മൾ ഒരെണ്ണം ചെയ്തതായിരുന്നു. എനർജി ലോസ്റ്റിന്റെ ഇക്വേഷൻ പഠിച്ചപ്പോൾ ചെയ്തതായിരുന്നു. ഈ സെയിം ടൈപ്പ് തന്നെ ചെയ്തതായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 600 picofarad capacitor is charged by 200 volt supply. It is then disconnected from the supply and it is connected to another uncharged 600 picofarad capacitor. How much electrostatic energy is lost? Energy lost in the equation എന്താ പഠിച്ചത്? 1/2 C1 C2 divided by C1 plus C2 into V2 the whole square. Okay, ഇവിടെ 600 picofarad capacitor is charged by 200 volt. അപ്പൊ ഇവിടുത്തെ C1 എന്തായിരിക്കും? 600 picofarad. V1 equal to 200 volt. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? It is disconnected from the supply. Supply നിന്ന് ഡിസ്കണക്ട് ചെയ്തു. And it is connected to another uncharged capacitor പറഞ്ഞിരിക്കുന്നത്. അപ്പൊ C2 equal to 600 picofarad. V2 ഉണ്ടാ ഇവിടെ? സപ്ലൈ ഡിസ്കണക്ട് ചെയ്തു. അപ്പൊ V2 എന്താ? V2 ന് വാല്യൂ ഉണ്ടാ? ഇല്ല. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്തോ. മറ്റേ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ആ ക്വസ്റ്റ്യൻ ചെയ്യണം നമുക്ക്. ഇത് A12 picofarad ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? അല്ല, നിന്റെ ഇതെവിടെ? നീ ചെയ്യണം. നമുക്ക് ചെയ്ത് പോവാം. A12 picofarad capacitor. Okay, 12 picofarad capacitor is connected to 50 volt battery. How much energy, electrostatic energy യുടെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ 3 ഇക്വേഷൻ ഒന്ന് ഓർത്ത് നോക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ആകെ ഇപ്പൊ തന്നിരിക്കുന്ന വാല്യൂസ് കപ്പാസിറ്റൻസ് വന്നിട്ടുണ്ട്, 12 ആണെന്ന് വന്നിട്ടുണ്ട്, പിന്നെ ഒരു വോൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് U equal to half CV² ആണ്. ഓക്കെ, U equal to half CV². ഇപ്പൊ C നമുക്ക് തന്നിട്ടുണ്ട് 12 picofarad. പൈക്കോഫാരഡിനെ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 10⁻⁻12 പിന്നെ 50. അപ്പൊ ജസ്റ്റ് ഡയറക്റ്റ് അങ്ങ് ചെയ്താൽ മതി. യുവിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ എലീഷ ചെയ്യുന്നുണ്ടാടാ? 6 × 10⁻⁻6 6 × 10⁻⁻6. -6.
കിട്ടിയാടാ? ആ 6 × 10⁻⁻6. ആ എന്നാലും കുഴപ്പമില്ല, പവർ നോക്കണ്ട. അഖില് കിട്ടിയല്ലേ? എന്തേ? ആഹാ, പയ്യെ ചെയ്താൽ മതി. ഇതാണോ കിട്ടിയത്? നീ ഒന്നുകൂടെ ചെയ്ത് നോക്കിയേ. ആ കിട്ടിയാ? -24 ഒക്കെ വന്നോ നിനക്ക്? ഇത് നമുക്ക് കോമൺ ആയിട്ട് ഇത് കോമൺ ആയിട്ട് എടുക്കടാ. ഇതെന്തിനാണ് ഇവിടെ -24 എടുത്തേക്കണം? അതേ നോക്കിയേ, 600 + 600, അപ്പൊ നമുക്ക് 1200 × 10⁻⁻12 കോമൺ ആയിട്ട് എടുത്താൽ മതി. അപ്പൊ ഇവിടെ 24 വരില്ല. നോക്കട്ടെ, വാ. കറക്റ്റായി. ചെയ്ത് കാണിക്കണം ഒന്നുകൂടി? വേണ്ട, സിമ്പിൾ ആയതുകൊണ്ട് ചെയ്തില്ല. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ഞാൻ ഇടുവോട്ടാ, നീ ചെയ്ത് കാണിക്കണം. ചുമ്മാ 6 × 10⁻⁻6 കിട്ടിയല്ലോ. എടാ കിട്ടിയല്ല, ഫൈനൽ ആൻസർ കിട്ടിയില്ലേ? എവിടെയാലും എത്തിയാ മതി, ഫൈനൽ ആൻസറിൽ എത്തിയാ മതി. അത് നിങ്ങൾ പറഞ്ഞു കൊടുത്തോ. നീ കിട്ടിയാടാ? കുഴപ്പമില്ല, നമുക്ക് പയ്യെ പോയാൽ മതി. പഠിച്ച് പയ്യെ പോയാൽ മതി. കുഴപ്പമില്ല, ബേസിക്. അതിപ്പോ നമ്മൾ ആദ്യം ചെയ്യുമ്പോ കുറച്ചുപേരൊക്കെ പോകും. ഞാനിങ്ങനെ ആയിരുന്നു, അമ്മ എനിക്ക് ഭയങ്കര സ്ലോയിൽ ചെയ്താലേ കിട്ടുള്ളൂ. പയ്യെ ചെയ്ത് പോയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. നീ അത് ചെയ്യട്ടെ, അത് കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യനിൽ പോയാൽ മതി. കഴിഞ്ഞില്ലേ? കിട്ടിയില്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1200 × 10⁻⁻12 ആണല്ലോ. പക്ഷെ എനിക്ക് 24 കിട്ടി. അപ്പൊ എവിടെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഫൈനൽ ആൻസർ ഭാഗ്യത്തിന് എന്തോ കറക്റ്റ് കിട്ടി. ചെയ്ത സ്റ്റെപ്പിൽ എന്തോ നീ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് 600 പ്ലസ് എടുക്കുമ്പോൾ 1200 × 10⁻⁻12 കോമൺ ആയിട്ട് എടുക്കുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യില്ല. മൾട്ടിപ്ലിക്കേഷനിലാണ് നമ്മൾ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് വെക്കുന്നത്. ഇത് നമുക്ക് അങ്ങനെ പറ്റില്ല. പക്ഷെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. ഉരുട്ട് ബുദ്ധിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഇതിക്കോ two charges 3 × 10⁻⁻8 coulomb and -2 × 10⁻⁻8 coulomb. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. എക്സാമിന് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. Two charges 3 × 10⁻⁻8 coulomb and -2 × 10⁻⁻8 coulomb are located 50 cm apart. 15 cm apart. At what point on the line joining? At what point on the line joining? At what point on the line joining? The two charges. Line joining the two charges. Is the electric potential zero? Is the electric potential zero? Is the electric potential zero? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് നോക്കിയവരാണ്. വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഞാൻ പറഞ്ഞു തന്നായിരുന്നു രണ്ട് ചാർജസ് ഉണ്ട്. അപ്പൊ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 15 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഏതോ ഒരു പോയിന്റിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഏതാണ് ആ പോയിന്റ്, ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചെയ്തു നോക്ക്, ഞാൻ 2 ചെയ്യാൻ പാടില്ല. കിട്ടിയാ? എത്ര കിട്ടി? എക്സിന്റെ വാല്യൂ 9. ആ 6 കിട്ടി. അനന്ത് കിട്ടിയാ? കിട്ടിയാടാ? ചെയ്തോ, പയ്യെ ചെയ്താ മതി. കിട്ടുന്നുണ്ടോ പറ? നിങ്ങൾ ചെയ്ത് നോക്കണോട്ടെ, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം ക്വസ്റ്റ്യൻ വന്നാലും. കിട്ടിയില്ലടാ? 15 - x. ഒരെണ്ണം x ആയിട്ട് എടുത്ത്, ഒരെണ്ണം 15 - x ആയിട്ട് എടുത്ത്. ചെയ്തു നോക്ക്, എത്ര കിട്ടോ നോക്കാം. ഒരു മിനിറ്റ്, ഇവിടെ എക്സ് അല്ലേടാ? നോക്കിക്കേ, ഇത് നമ്മൾ എക്സ് ആയിട്ടല്ലേ എടുത്തത്. ഇത് എക്സും ഇത് 15 - x. ഇവിടെ 15 എഴുതിയേക്കണം, അതാ തെറ്റിപ്പോയി. ഓക്കെ, കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ കറക്റ്റ് ആണ്. കിട്ടിയില്ല? കിട്ടിയില്ലെങ്കിൽ പറഞ്ഞുതരാം. എക്സ് ഈക്വൽ ടു എത്ര കിട്ടി? ഇക്വേഷൻ പൊട്ടൻഷ്യലിന്റെ വന്നേ. തെറ്റിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് 2 ചാർജസ് ഉണ്ട്. 3 × 10⁻⁸ എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. -2 × 10⁻⁸ എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഇടയിലുള്ള ഒരു ഏത് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് x ആയിട്ട് എടുത്ത്, ഇത് 15 - x ആയിട്ട് എടുത്തു. അപ്പൊ ഈ ചാർജ് കാരണം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതിന് ഞാൻ V1 എന്ന് കൊടുത്തു. ഇതിനെ Q1, ഇത് Q2. ഇത് കാരണം ഉണ്ടാവണതിന് ഞാൻ V1 എന്ന് കൊടുത്ത്, ഇത് കാരണം ഉണ്ടാവണതിന് ഞാൻ V2 എന്ന് കൊടുത്തു. അപ്പൊ നെറ്റ് പൊട്ടൻഷ്യൽ എന്താന്നാ പറഞ്ഞേക്കണത്? ഏതോ ഒരു പോയിന്റിൽ ജസ്റ്റ് അസ്യൂം ചെയ്തേക്കണം ഈ പോയിന്റ് ആയിരിക്കും. അപ്പൊ നെറ്റ് പൊട്ടൻഷ്യൽ എന്താന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 0 എന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. അപ്പൊ ആ പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു അസ്യൂം ചെയ്തതാ. അപ്പൊ V = V1 + V2. V നമ്മൾ 0 ആയിട്ട് എടുത്തു. V1 ഇക്വേഷൻ തന്നെ 1/4πε0. ഇവിടെ V1ന്റെ ചാർജ് ഏതാ പറഞ്ഞേക്കണം? Q. 3 × 10⁻⁸ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് x പ്ലസ് 1/4πε0. അടുത്തതിന്റെ ഏതാ പറഞ്ഞേക്കണം? ഇത് -2 × 10⁻⁸ ഡിവൈഡഡ് ബൈ 15 - x. ഓക്കെ, നമ്മൾ ഈക്വൽ ടു ഒക്കെ എടുക്കാറുണ്ട്. 1/4πε0 3 × 10⁻⁸ x ഈക്വൽ ടു ഇതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കാം. ഇതിനെ ഇപ്പുറത്തേക്ക് എടുക്കാം കേട്ടോ.
1/4πε0. ഇതിന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് മാറിയിട്ട് എന്താവും പ്ലസ് ആവും. 2 × 10⁻⁸ ഡിവൈഡ് ബൈ 15 - x ഈക്വൽ ടു ഓക്കെ 10⁻⁸ 10⁻⁸ ക്യാൻസൽ ചെയ്ത് 1/4πε0 1/4πε0 ക്യാൻസൽ ചെയ്ത് 2/15 ഈക്വൽ ടു 15 - x ഈക്വൽ ടു 3/x. ഇത് സോൾവ് ചെയ്യും അപ്പൊ കിട്ടും. എന്താടാ പോസിറ്റീവ് തിരിഞ്ഞു പോയല്ലേ എടുത്തത്? ഇന്ന് കിട്ടിയാടാ? ഓക്കെ സ്വാതിക്ക് കിട്ടുന്നുണ്ടല്ലോ ചെയ്യാൻ. കിട്ടുന്നില്ലേ? ആ അത്രേ ഉള്ളൂ. എന്തോരം കിട്ടിയായിരുന്നല്ലോ. x ഈക്വൽ ടു 9 6. ഓക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലടാ എക്സ്. അപ്പൊ ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചോളാം 15 - x. അപ്പൊ എന്തെന്ന് മനസ്സിലായി നമുക്ക്? എക്സ് ഈ ഒരു ചാർജിൽ നിന്ന് 9 സെന്റിമീറ്റർ ഇവിടെയും ഇതിൽ നിന്ന് 6 സെന്റിമീറ്റർ അടുത്തുമായിട്ടുള്ള ഈ ഒരു പോയിന്റിലായിരിക്കും ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, പഠിക്കണം ചെയ്ത്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. കിട്ടി? ഓക്കെ ഡിറ്റർമൈൻ ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. Determine the electrostatic potential energy of a system. Determine the electrostatic potential energy of a system of two charges. Determine speed ആണ് ക്വസ്റ്റ്യൻ പറയണത്. Determine the electrostatic potential energy of a system of two charges 7 microcoulomb and -2 microcoulomb. 7 microcoulomb and -2 microcoulomb. With bracket എഴുതിക്കോ. With no external field. With no external field. Bracket with no external field. Place that. Place that ഈ കോർഡിനേറ്റ്സ് ചെയ്ത് റെസ്പെക്റ്റീവ്ലി. ആയിക്കോട്ടെ. ഓക്കെ അത്ര എഴുതിയാ? ഇനി ബി പാർട്ട് അതിന്റെ how much work is required to separate the two charges infinitely away from each other. Okay, a question ഒന്ന് വായിച്ചേ. Determine the electrostatic potential energy of system of two charges 7 microcoulomb and -2 microcoulomb. Place at നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് അതൊന്ന് വരച്ചു നോക്കാം. രണ്ട് ചാർജസ് എ ബി, ഒരെണ്ണം 7 മൈക്രോകൂളോം ഒരെണ്ണം -2 മൈക്രോകൂളോം. നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് ആണ് അവിടെ തന്നിരിക്കുന്നത്. -9 0 0 9 0 0. ഓക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിവിടെ ഫസ്റ്റ് നോക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എന്തെന്നാ പഠിച്ചത്? amount of work done to bring charge from infinity to റെസ്പെക്റ്റീവ് പൊസിഷൻ. അതാണ് നമ്മൾ പഠിച്ചത്. ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന രണ്ട് ചാർജസിനെ നമുക്ക് റെസ്പെക്റ്റീവ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വർക്ക് ഡൺ, അതാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതിന് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് 2 പാർട്ടിക്കിൾ സിസ്റ്റം പഠിച്ച്, 3 പാർട്ടിക്കിൾ സിസ്റ്റം പഠിച്ച്
പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഇക്വേഷൻ എന്താ പഠിച്ച? 1/4πε0 Q1 Q2 by R. അതാണ് ടു പാർട്ടിക്കിൾ സിസ്റ്റം. അറിയില്ലെങ്കിൽ എഴുതി വെച്ചോട്ടാ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ടു പാർട്ടിക്കിൾ സിസ്റ്റം എഴുതിയിട്ട് ബോക്സ് ചെയ്തിട്ടോ ആ ഇക്വേഷൻ ഒക്കെ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ടു പാർട്ടിക്കിൾ സിസ്റ്റം U equal to 1/4πε0 Q1 Q2 by R. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് Q1 എത്രയാന്ന് തന്നിട്ടുണ്ട്, Q2 എത്രയാന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സംശയം വരുന്നത് ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഡൗട്ട് വരുന്നത്. ഇവിടെ തന്നിരിക്കുന്ന രണ്ട് കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഒറിജിൻ ആണെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 9, ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 9 തന്നെയാണ്. മൈനസ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സിസ് കാണിക്കാൻ വേണ്ടി, ഇത് നെഗറ്റീവ് ആക്സിസ്, അത് പോസിറ്റീവ് ആക്സിസ്, അത്രയും കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ മൈനസ് സൈൻ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് 9 സെന്റിമീറ്റർ, ഇവിടെ നിന്ന് 9 സെന്റിമീറ്റർ. അപ്പൊ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്ര വരും? 18 സെന്റിമീറ്റർ. അത് മാത്രമേ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിട്ട് ഈ ക്വസ്റ്റ്യനിലുള്ളൂ. പിന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഡയറക്റ്റ് ആണ്, ചെയ്തോ. ചെയ്യാല്ല. Q1 തന്നിട്ടുണ്ട്, Q2 തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്. 1/4πε0 വാല്യൂ അറിയാം. മൈക്രോ കൂളോംബ്, കൂളോംബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ? ഇൻറ്റു 10⁻⁻6. 7 × 10⁻7 വരില്ല, നോക്കട്ടെ. ഈ മൈനസ് എവിടെ പോടാ? -2. ആ, -7. എന്നാലും പവേഴ്സ് നോക്കട്ടെ. 18 സെന്റിമീറ്ററിന് പിന്നെ ആര് മാറ്റും? സെന്റിമീറ്റർ അല്ലേ തന്നേക്കുന്നത്? അത് നമ്മൾ മീറ്ററിലേക്ക് ആക്കിക്കോളാം. ക്വസ്റ്റ്യനിൽ സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തോളാം. കിട്ടിയാ? എത്രയാണ്? ആ, -0.7 കിട്ടുന്നുണ്ടാടാ? നമ്മൾ അതും ജസ്റ്റ് പഠിച്ചിട്ടില്ലേ? നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് ചെയ്ത് തന്നെയല്ലേ മാത്സ്. ഇത് ഫിസിക്സിനോട്ടൊരു ബന്ധമില്ല, ശരിക്കും നമ്മൾ മാത്സിൽ പഠിച്ചു വരുന്നതാ. എവിടെ? ഇതിലിപ്പോ നമ്മൾ ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ ടൈപ്പ് എന്തെങ്കിലും? പക്ഷെ ഇതിൽ നമ്മൾ സൈൻ നമ്മൾ നോക്കും. ഇപ്പൊ നമുക്ക് ഈ കോർഡിനേറ്റിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഇപ്പൊ കണ്ട ജസ്റ്റ് ആക്സിസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നെഗറ്റീവ് സൈൻ ഇട്ടേക്കണം. അതൊക്കെ നമുക്ക് വേണ്ട. ഓക്കെ, 2-3 ക്ലാസ് ആയിട്ടുള്ള ഡൗട്ട് ആണല്ലേ. ഇത് നമ്മൾ കൺസിഡർ ചെയ്യോട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോ നെഗറ്റീവ് എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് ആണെന്നല്ലേ കാണിക്കുക. അതൊന്നും അങ്ങനൊന്നും പോകണ്ട, ബേസിക് ആയിട്ട് തന്നെ പോയാൽ മതി ആ കാര്യങ്ങൾ. ജസ്റ്റ് സൈൻ ഇട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയാൽ മതി. ഇനി അങ്ങനത്തെ എന്തെങ്കിലും കേസ് വരുമെങ്കിൽ ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് അങ്ങനത്തെ ചെയ്തു പോവാം. നെഗറ്റീവ് ആകാൻ കുഴപ്പമൊന്നുമില്ല. എനർജി നെഗറ്റീവ് കിട്ടിയത് കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത കേസ് വരുമ്പോ മനസ്സിലാവും അത് അടുത്ത നെഗറ്റീവ് മാറും. ഇത്രയും കിട്ടിയാ? പവർ 18 സെന്റിമീറ്റർ അല്ലേടാ? × 10⁻⁻2. ഗൗരി കിട്ടിയാ? കിട്ടിയില്ലേ? ഇതെന്താണ്? സെന്റിമീറ്റർ കൺവേർഷൻ ചെയ്യും. അത് പറഞ്ഞുതരാം. അത്ര ഒന്നുമില്ല ചെയ്യാൻ, അത്ര ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് അടുത്ത സ്റ്റെപ്സ് കിട്ടിയാടാ? ദേവ കിട്ടിയാ? കിട്ടി? ക്വസ്റ്റ്യൻ ഇക്വേഷനാ? ഇക്വേഷൻ പഠിച്ചു വരുമ്പോ കിട്ടിക്കോളും നിനക്ക്. പൊട്ടൻഷ്യൽ എനർജി ഇത് എന്ത് ചെയ്യണോ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോ ഇപ്പൊ അറിയില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒക്കെ നമ്മൾ ആ ഇക്വേഷൻ നമ്മുടെ ബുക്കിലുള്ളത് നോക്കി തന്നെ ചെയ്യാം. പ്രാക്ടീസ് ചെയ്ത് വരുമ്പോ കിട്ടിക്കോളും. നീ ബുക്ക് എടുത്ത് വെച്ചിട്ട് നിനക്ക് ഇപ്പൊ തിയറി ഒന്നും അറിയില്ല. പ്രോബ്ലം ചെയ്ത് വരുമ്പോ തിയറി പഠിച്ചിട്ട് വേണം നമ്മൾ ന്യൂമറിക്കൽ ചെയ്യാൻ. ഇപ്പൊ നിനക്ക് ഇപ്പൊ ഇത് വീട്ടിൽ പോയിട്ട് നിനക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ആ തിയറിയുടെ ബുക്കിലേക്ക് എടുത്ത് വെച്ചിട്ട് ആ ഇക്വേഷൻ ഏതാണ് പറഞ്ഞിരിക്കുന്നത് ആ ഇക്വേഷൻ കണ്ടുപിടിച്ച് ബുക്കിൽ എഴുതുക. അങ്ങനെ ചെയ്തു പോയാൽ മതി. ഇപ്പൊ എഴുതിക്കോ. ഇപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ടു പാർട്ടിക്കിൾ സിസ്റ്റം വരുന്നത് 1/4πε0 Q1 Q2 by R. ഓക്കെ, ചെയ്താ? ഇതെന്താണ്? സെന്റിമീറ്റർ. നിങ്ങൾക്ക് സെയിം മിസ്റ്റേക്ക് ആണ് വന്നത്. സെക്കൻഡ് ആൻസർ സൈൻ ചെയ്ത് തരും. കിട്ടിയാടാ?
കിട്ടി. സെക്കൻഡ് ക്വസ്റ്റിനും കിട്ടി. സെക്കൻഡ് ക്വസ്റ്റിന് അത്ര ഒന്നും ചിന്തിക്കണ്ട. സെക്കൻഡ് ക്വസ്റ്റിൻ എന്താ പറഞ്ഞിരിക്കുന്നത് വായിച്ചേ. ഹൗ മച്ച് വർക്ക് ഇസ് റിക്വയർഡ് ടു സെപ്പറേറ്റ് ദ ടു ചാർജസ് ഇൻഫിനിറ്റ്ലി അവേ ഫ്രം ഈച്ച് അതർ. ഇവിടെ നമ്മൾ ചെയ്ത എന്താ, ഇൻഫിനിറ്റി ഇരിക്കുന്ന രണ്ട് ചാർജസിനെ നമ്മൾ കൊണ്ടുവന്ന റെസ്പെക്റ്റീവ് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് വെച്ച് അതിന്റെ എനർജി നമുക്ക് കിട്ടി. ഇനി ഹൗ മച്ച് വർക്ക് ഈസ് റിക്വയർഡ് ടു സെപ്പറേറ്റ്, ഇതിനെ ഈ ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഇത്രയും പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇരിക്കുന്നതിനെ സെപ്പറേറ്റ് ചെയ്യണം, ഇൻഫിനിറ്റിയിലേക്ക് തന്നെ വിടണം സെപ്പറേറ്റ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ എന്താവും? 0.7 ആവും. ജസ്റ്റ് ഡയറക്റ്റോ സൈൻ ചേഞ്ച് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. അതിനുവേണ്ടി നമ്മൾ കൊടുത്ത വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആയി നമുക്ക് 0.7 നെഗറ്റീവ് അല്ലെ, നെഗറ്റീവ് 0.7 കിട്ടിയത്. ഇനി നമുക്ക് നേരെ തിരിച്ചാണ് വേണ്ട, എത്ര വർക്ക് ഡൺ വേണം, ഇതിനെ നമുക്ക് സെപ്പറേറ്റ് തിരിച്ച് ഇൻഫിനിറ്റിയിലേക്ക് വിടണമെന്നുണ്ടെങ്കിൽ എനർജിയാ ഏത് ഇപ്പൊ ജസ്റ്റ് ആ ഒരു ബേസിക് വെച്ച് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ഇതിപ്പോ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുവരിക, ആ ഒരു ഇതാണ് ഉദ്ദേശിച്ചേക്കണം. അത് ചെയ്താൽ മതി. അത് ആൻസർ മറ്റേത് ക്ലിയർ ആക്കിയ ഓക്കെ ശരിയായിക്കോളൂ. ഇനി ഇത്രേ ഉള്ളു, ഇനി ഒന്നും ചെയ്യാനില്ല. ഇത്രയും കിട്ടി. ഇനി അത് നേരെ സൈൻ ചേഞ്ച് ആയി പോകുന്നു മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ ഇത് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ടു പാർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചത് എന്താ, എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ഗിവൻ പൊസിഷനിലേക്ക് നമ്മൾ രണ്ട് ചാർജിനെ കൊണ്ടുവന്നു. അതിനടുത്ത വർക്ക് ഡൺ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇനി എന്താ വേണ്ട, ഹൗ മച്ച് വർക്ക് ഇസ് റിക്വയർഡ് ടു സെപ്പറേറ്റ്, ഇവരെ ഇത് സെപ്പറേറ്റ് ഇങ്ങനെ അടുത്തിരിക്കുന്ന ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് തന്നെ വിടണം. അപ്പൊ ജസ്റ്റ് എന്താ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ കപ്പാസിറ്റർ, potential difference across a capacitor is doubled. Potential difference across a capacitor is doubled. How does each of the following quantities change? How does each of the following quantities change? First one, capacitance. Then charge, second one charge, third one capacitance, second one charge, third one electric field, last one energy. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്ന, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ കപ്പാസിറ്റർ ഡബിൾ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ വി ഡബിൾ ആയി എന്നാ പറയുന്നത്. വി ഡാഷ് ഈക്വൽ ടു ഡബിൾ ആയി എന്ന് പറയുമ്പോൾ 2 ടൈംസ് ഓഫ് വി ഇതാണ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബിൾ ആയി കഴിഞ്ഞപ്പോ ബാക്കി എന്തൊക്കെയാ സംഭവിച്ചത്? കപ്പാസിറ്റൻസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബിൾ ആയി കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവോ? കപ്പാസിറ്റൻസിന് ചേഞ്ച് ഉണ്ടാവോ? ചേഞ്ച് ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു ബാറ്ററിക്കുള്ള കപ്പാസിറ്റി അതിന് അത്രേ ഉണ്ടാവുള്ളൂ അതിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പൊ എത്രത്തോളം ചാർജ് കയറി വന്നാൽ അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി അത് അത്രയല്ലേ അതിനുണ്ടാവുള്ളൂ. കപ്പാസിറ്റൻസ് എന്തായാലും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നമ്മൾ സീരീസ് കണക്ഷൻ പഠിച്ച് പാരലൽ കണക്ഷൻ പഠിച്ച് കപ്പാസിറ്റൻസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? രണ്ടിലും കപ്പാസിറ്റൻസ് രണ്ടിലും എന്ത് തന്നെയായിരുന്നു? സെയിം തന്നെയായിരുന്നു. അപ്പൊ അത് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. കപ്പാസിറ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും. എത്രത്തോളം ചാർജ് കയറി വന്നാലും അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. അതനുസരിച്ച് മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? സ്റ്റോർ ചെയ്യുള്ളൂ. അപ്പൊ കപ്പാസിറ്റൻസ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് പൊട്ടൻഷ്യൽ. അതാണ് ഫസ്റ്റ് വൺ. എഴുതി വെച്ചോട്ടെ, കപ്പാസിറ്റൻസ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഇതൊക്കെ ഓർക്കണോട്ടെ. ഇപ്പൊ വേറെ ഏത് ടേംസ് വന്നാലും കപ്പാസിറ്റൻസിന് ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത ഏതാ പറഞ്ഞിരിക്കുന്നത്? അടുത്ത ചാർജ് Q ഈക്വൽ ടു സി വി. അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ ഇപ്പൊ എന്തായി? ഡബിൾ ആയി. അപ്പൊ Q ഡാഷ് ന്യൂ ചാർജ് Q ഡാഷ് ഈക്വൽ ടു സി ഇൻറ്റു 2V. Q ഡാഷ് ഈക്വൽ ടു 2CV. CV എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? Q ഡാഷ് ഈക്വൽ ടു 2Q. അപ്പൊ പൊട്ടൻഷ്യൽ ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും കേട്ടോ. പൊട്ടൻഷ്യൽ ഡബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് എത്രയാകും? ഇത് നിങ്ങൾ ചെയ്തും കാണിക്കണം. 1 മാർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് MCQ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതണമെന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നുണ്ടോ? ഇല്ല. എന്നാലും ജസ്റ്റ് ഇപ്പോ ഏത് രീതിയിലായാലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സൈഡിൽ ഒന്ന് ചെയ്ത് കാണിച്ചേക്കാം, എങ്ങനെയാ ഡബിൾ ആയതെന്ന് കാണിക്കുക. അപ്പൊ പൊട്ടൻഷ്യൽ ഡബിൾ ആയി കഴിഞ്ഞപ്പോ ചാർജും എന്തായി?
ഡബിൾ ആയി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കപ്പാസിറ്റൻസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായോ? ഏതാണ്? അതൊന്നും പറയണ്ട, നമുക്ക് ജസ്റ്റ് ജനറൽ ആയിട്ട് പറയാല്ലേ, കപ്പാസിറ്റൻസിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല അല്ലാതെ തന്നെ. ഓക്കെ, അടുത്തത് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെ പൊട്ടൻഷ്യലിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, E ഈക്വൽ ടു വി ബൈ ഡി. ഓക്കെ, ഇതിന് ഇ ഡാഷ് ഈക്വൽ ടു 2v ബൈ ഡി. വി ബൈ ഡി എന്ന് പറഞ്ഞാൽ ഈ തന്നെയല്ലേ, അപ്പൊ ഇ ഡാഷ് ഈക്വൽ ടു 2e. ഇലക്ട്രിക് ഫീൽഡും 2 ടൈംസ് ആവും. മനസ്സിലാക്കി ചെയ്യട്ടോ. അടുത്തത് എനർജി. എനർജി കണ്ടുപിടിച്ചു ഇതുപോലെ, യു ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ, ഹാഫ് സി ഇൻറ്റു 2v സ്ക്വയർ. v square. ഓക്കെ, ഹാഫ് സി വി സ്ക്വയർ, വി സ്ക്വയർ ചെയ്ത് 2v സ്ക്വയർ 4v സ്ക്വയർ ആയി. ജസ്റ്റ് നമ്മൾ ഇപ്പൊ ഹാഫ് സി വി സ്ക്വയർ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഹാഫ് സി വി സ്ക്വയർ, ഇത് യു തന്നെ അല്ലേ? ഓക്കെ, അപ്പൊ 4 ടൈംസ് ഓഫ് യു. ചെയ്ത് കട്ട് ചെയ്ത് കളയണമെങ്കിൽ കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട്. ഞാനിപ്പോ ഉദ്ദേശിച്ചത് നമുക്ക് ഇത് റിലേഷൻ കറക്റ്റ് ആക്കി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയേക്കണത്. അപ്പൊ നമുക്ക് പറയാമല്ലോ, ഇപ്പൊ പുതിയ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡബിൾ ആയി കഴിഞ്ഞപ്പോ കിട്ടിയ എനർജി എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ഓഫ് എനർജി, അങ്ങനെ പറയാൻ വേണ്ടി അങ്ങനെ എഴുതിയത്. കിട്ടിയാടാ? അതെന്തോ എഴുതിയ? Okay, അടുത്ത ക്വസ്റ്റ്യൻ. Obtain an expression for electrostatic potential energy. Obtain an expression for electrostatic potential energy of a system of 3 charges, q, 2q minus 3q, of 3 charges q, 2q and minus 3q. Placed at the vertices of an equilateral triangle of side A. Okay. Obtain an expression for electrostatic potential energy of system of 3 charges. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഓഫ് 2 പാർട്ടിക്കിൾ സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത്. ഇത് 3 പാർട്ടിക്കിൾ സിസ്റ്റം. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? നോക്കിക്കോ, അറിയില്ലെങ്കിൽ നോക്കിക്കോ, മറിച്ച് നോക്കിക്കോ. ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഓക്കെ, അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? U equal to 1 by 4 pi epsilon 0 Q1 Q2 by R12 plus Q2 Q3 by R23 plus Q1 Q3 by R13. ഇതായിരുന്നു ഇക്വേഷൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ടാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? പഠിച്ചതായിട്ട് ഓർമ്മയുണ്ട്. ഓക്കെ, ഇനി ചാർജസ് ഏതൊക്കെയാ? Q, 2Q,
-3q സൈഡ് എ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് എഴുതണം, ഇക്വേഷൻ ഒക്കെ ഓർത്ത് എഴുതണം, എന്നാലേ കിട്ടൂ. ഓക്കെ, ചെയ്യൂ അല്ലെ ഞാൻ ചെയ്യണോ? ചെയ്യൂ, ചെയ്തു പോയിക്കോ, ഞാൻ ചെയ്തു. ഒരെണ്ണം Q1, ഒരെണ്ണം Q2, ഒരെണ്ണം Q3 ആയിട്ട് എടുക്കട്ടാ. ചാർജസ് 3 ചാർജസ്. ഇത് Q1, ഇത് Q2, ഇത് Q3. ഓക്കെ, ഇത്രയും മതി, ഇവിടെ വരെ നിർത്താം. എത്തി, അത് കഴിഞ്ഞ് ചെയ്താ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ വെച്ച് നിർത്തണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇവിടെ വരെ ഏകദേശം എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ഫുൾ മാർക്ക് തരും. മാർക്ക് ഇടുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇക്വേഷൻ എടുത്തിട്ടുണ്ടാന്ന് നോക്കും. ഒന്നും അറിയില്ലെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇക്വേഷൻ എഴുതുക. ഇക്വേഷന് മാർക്ക് ഉണ്ട്. പിന്നെ നിങ്ങൾ ഫിഗർ വരക്കുക. ഇപ്പൊ ഇങ്ങനെ തന്നിരിക്കുന്ന, ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആയാലും 2 ചാർജസ് സെപ്പറേറ്റഡ് ആയിട്ട് ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞു വന്നില്ലേ, അപ്പൊ അത് വരക്കണേന് അവർ മാർക്ക് നോക്കും. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസറിന് വലിയ മാർക്ക് ഉണ്ടാവില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എവിടെയാണ് തെറ്റിയതെന്നുണ്ടായാലും ഇപ്പൊ ചെറിയ മാർക്കൊക്കെ കളയുള്ളൂ. ഓക്കെ, കിട്ടിയാ? ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? കിട്ടില്ല, ഒന്നുകൂടെ ചെയ്തു തരാം. കിട്ടി? കിട്ടി? ദേവാ എന്തേ പയ്യെ വന്നാ മതി, ഒരു കുഴപ്പമില്ല. കിട്ടിയല്ല? ബോറടിക്കണ്ട പ്രോബ്ലം ചെയ്തിട്ട്? എന്താ ചെയ്യാൻ കുറച്ചുകൂടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാക്സിമം ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്സാമിന് ഈസി ആവും, അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് പോണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യൽ എനർജി അറിയാമെങ്കിൽ MG അച്ചോ. അങ്ങനെയല്ലടാ, ഈ ചാപ്റ്ററിൽ ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന അതിനോട് ഏകദേശം കണക്ഷൻ ഉള്ള 2 പാർട്ടിക്കിൾ സിസ്റ്റോ എന്തെങ്കിലുമൊക്കെ എഴുതി. ഇതിന്റെ ബി പാട്ടാ. ഇതിന്റെ ബി പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇപ്പൊ നമ്മൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ റിക്വയർഡ് ടു ബ്രിങ് ദ 2 ചാർജസ് അറ്റ് റെസ്പെക്റ്റീവ് പൊസിഷൻ. ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന 2 ചാർജസ് നമ്മൾ റെസ്പെക്റ്റീവ് പൊസിഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ് വർക്ക് ഡൺ. ആ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആയി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഹൗ മച്ച് വർക്ക് ഡൺ ഈസ് റിക്വയർഡ് ടു സെപ്പറേറ്റ് ദ 2 ചാർജസ് ഇൻഫിനിറ്റ്ലി എവേ. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഈ ചാർജസിൽ, അപ്പൊ നമ്മൾ ഇൻഫിനിറ്റിയിലുള്ള 2 ചാർജസിനെ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് ആ പൊസിഷനിൽ വെച്ച് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഹൗ മച്ച് വർക്ക് ഈസ് റിക്വയർഡ് ടു സെപ്പറേറ്റ്, ഈ ഇങ്ങനെ ഇരിക്കുന്ന അടുത്തിരിക്കുന്ന ഇവരെ രണ്ടുപേരെ ഇൻഫിനിറ്റി ഡിസ്റ്റൻസിലേക്ക് സെപ്പറേറ്റ് ചെയ്യുക. അപ്പൊ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചെത്തിക്കാൻ വേണ്ടി എത്ര വർക്ക് വേണം? അപ്പൊ ഇത് -0.7 ആണെങ്കിൽ അത് എത്ര വേണം? +0.7. അത്രേ ഉള്ളൂ. ജസ്റ്റ് തിരിച്ച് ഓപ്പോസിറ്റ് പൊസിഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An electric dipole of dipole moment ഇവിടെ നീ കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി, അത് കംപ്ലീറ്റ്. An electric dipole of dipole moment 6 × 10⁻⁻7 coulomb. 6 × 10⁻⁻7 coulomb. Kept in uniform electric field of 10⁻⁴ Newton per coulomb. 10⁻⁴
Newton per coulomb. Uniform electric field of 10⁴ Newton per coulomb, such that the dipole moment and the electric field are parallel. Calculate the potential energy of the dipole. Calculate the potential energy of the dipole. Calculate the potential energy of the dipole. Potential energy of the dipole equation. Potential energy പഠിച്ചിട്ടില്ലേ? ഡൈപോൾ പഠിച്ചിട്ടുണ്ടാ ഈ ചാപ്റ്ററിൽ? ആര് പറയും നോക്കട്ടെ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഡൈപോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. U ഈക്വൽ ടു എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാ പഠിച്ചു തുടങ്ങിയിട്ടില്ല. അല്ല, U ഈക്വൽ ടു മൈനസ് PE cos theta. ഓക്കെ, ആ മെറ്റീരിയൽ ഒന്ന് എടുത്ത് നോക്കിക്കേ. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടോ എന്ന് നോക്കാം. മെറ്റീരിയലില് ഉണ്ടോ? മെറ്റീരിയൽ ഉണ്ടോ കയ്യില്? അതൊന്ന് നോക്കിക്കേ. കണ്ടിട്ടുണ്ടാന്ന് നോക്കാം അങ്ങനെ ഒരു ഇക്വേഷൻ. മറിച്ചു. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഡൈപോൾ. ഓക്കെ, ഇനി അതിന്റെ തൊട്ട് മുമ്പുള്ള ഇക്വേഷൻ കണ്ട W ഈക്വൽ ടു PE cos theta 1 minus cos theta 2. അതൊന്നും നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. അപ്പൊ അത് പറയാലോ ചോദിക്കുമ്പോ തന്നെ. പാരലൽ തീറ്റ ഈക്വൽ ടു ഓക്കെ. എത്ര കിട്ടി? -6. ഓക്കെ, ചെയ്തോ? ഇനി വർക്കല്ല എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. അപ്പൊ U ഈക്വൽ ടു മൈനസ് PE cos theta. എന്താണ് ഇതിലെവിടെയാ? പേജൊക്കെ കാണിച്ചു കൊടുത്തൂടെ ഗൗരി? അതിന് മുമ്പുള്ള ഇക്വേഷൻ നോക്കിക്കോട്ടാ. കിട്ടിയാ? എത്ര കിട്ടി? കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ എത്തിയെന്ന് നിനക്ക് അറിയാം. ഇതാണ് പ്രശ്നം. നിനക്ക് നിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വലിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞില്ല, നിനക്ക് കിട്ടാത്തതിന്റെ പ്രശ്നമാണത്. എത്ര കിട്ടി? മൈനസ് എവിടെ പോയി? ഓക്കെ, കിട്ടിയാ ചേട്ടന്മാരെ? പിടിച്ചോ. ഇക്വേഷൻ കിട്ടി. ഇനി ചെയ്തോ. P എത്രയാന്ന് തന്നിട്ടുണ്ട് ഇല്ലേ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? P എത്രയാന്ന് തന്നിട്ടുണ്ട്? 6 × 10⁻⁻⁷. ഡൈപോൾ മൊമെന്റ് P എത്രയാന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 6 × 10⁻⁻⁷. പിന്നെ E എത്രയാന്ന് തന്നിട്ടുണ്ട്? 10⁴ Newton per coulomb. അപ്പൊ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. P തന്നിട്ടുണ്ട് 6 × 10⁻⁷ ഇൻറ്റു E തന്നിട്ടുണ്ട് 10⁴. മൈനസ് ഇല്ല, 4 വെറുതെ ഇടരുത്. 10⁴. ഇനി cos theta. ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും പാരലൽ ആണ്. അപ്പൊ തീറ്റ എന്തായിരിക്കും? 0. തീറ്റ 0. അപ്പൊ cos 0 എത്ര? അപ്പൊ 6 × 10⁻⁻⁷. നോക്കിക്കേ, പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് -7 + 4 -3. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ഇതേ പിയുടെ ഇവിടെ ഒരു മൈനസ് ഇല്ലേ? അത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. ഓക്കെ, കൃത്യ കിട്ടിയാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൈനസ് ഇവിടെ പിയുടെ മൈനസ് ഇല്ലേ? അത് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രിക് ഡൈപോൾ ഓഫ് dipole moment P is initially kept in uniform electric field. An electric dipole of dipole moment P is initially kept in uniform electric field E. Initially kept in uniform
electric field E such that P is perpendicular to E. P is perpendicular to E. Such that P is perpendicular to E. Find the amount of work done. Find the amount of work done. Find the amount of work done in rotating the dipole. In rotating the dipole. In rotating the dipole to a position at which P become anti-parallel to E. P become anti-parallel to E. P become anti-parallel to E. Okay, എഴുതിയാ എവിടെ എത്തി? Anti-parallel to E. ഓക്കെ, ഇവിടത്തെ ഇക്വേഷൻ എന്താ വരുന്നത്? വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് എ ഡൈപോൾ W ഈക്വൽ ടു അതിൽ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്, അത് തന്നെ മെറ്റീരിയൽ അതിന് തൊട്ട് മുമ്പ് കൊടുത്തേക്കുന്ന ഇക്വേഷൻ cos θ1 മൈനസ്. ഓക്കെ, മനസ്സിലായ ഇക്വേഷൻ? സെവിന് കിട്ടി? എഴുതു നോക്കട്ടെ, കിട്ടിന്ന് പറഞ്ഞല്ലേ എഴുതു. നോക്കാതെ കിട്ടിയതല്ലേ. ഓക്കെ, W ഈക്വൽ ടു PE cos θ1 മൈനസ് cos θ2 മൈനസ് W ഈക്വൽ ടു PE cos θ1 മൈനസ് cos θ2. കിട്ടിയില്ലേ ചേച്ചി? ഓക്കെ, W ഈക്വൽ ടു PE cos θ1 മൈനസ് cos θ2. അതിൽ ഫസ്റ്റ് പറഞ്ഞേക്കുന്ന കണ്ടീഷൻ എന്താ? ഇനീഷ്യലി P is perpendicular to E എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീറ്റ എത്രയായിരിക്കും? 90 ഡിഗ്രി. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? Find the amount of work done in rotating the dipole to a position at which P become anti-parallel to E. Anti-parallel എന്ന് പറയുമ്പോൾ എങ്ങനെയാവും? 180 ഡിഗ്രി. പാരലൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ നേരെ തിരിഞ്ഞു വരുമ്പോഴത്തേക്കും 180 ഡിഗ്രി. അപ്പൊ θ1 ഈക്വൽ ടു 90 ഡിഗ്രി, θ2 ഈക്വൽ ടു 180. വേമ്പറ ഒയ്യോ, ഓക്കെ ഓക്കെ. നീ എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നു. ഫിസിക്സ് മിസ് ആയിട്ടുണ്ടാ? നീ എല്ലാ ക്ലാസ്സിലും ഇല്ലേ ഇവിടെ? നീ എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നു. അനന്ത് കിട്ടിയില്ലേ? ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, പക്ഷെ ശ്രദ്ധിക്കണോട്ടാ. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റും, നിങ്ങൾക്ക് ഇക്വേഷൻ ഒന്നും ഓർമ്മയില്ല, അതാ പ്രശ്നം. ഇക്വേഷൻ ഒക്കെ നന്നായിട്ട് പഠിക്കുക. തിയറി കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടും, എന്തായാലും കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. എന്താ ഐഡിയ ആയ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Two point charges മതിയായ? ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് ചാപ്റ്റർ എടുക്കാനാ? മതിയായ? ഇതുകൂടെ ചെയ്യാം, ഇത് എക്സാമിന് വരുന്നതാ. രണ്ടെണ്ണം ഹോംവർക്കും തരാം. ഓക്കെ, ഇത് ചെയ്യാം. നിങ്ങൾ അടുത്തത് ഹോംവർക്ക് ഇല്ല, ഹോംവർക്ക് എന്നാ സിമ്പിൾ ആയിട്ടുള്ളതേ വരൂ. ഇപ്പൊ പറയണ എന്നാ ചെയ്തു, ഇത് നല്ല പാടുള്ള ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 point charges അല്ല, പ്ലസ് Q and മൈനസ് Q. 2 point charges plus Q and minus Q are located at points are located at points 3A0 and 0, 4A.
respectively. 2 point charges plus q and minus q are located at points 3a 0 and 4 0 4a respectively in xy plane. In xy plane. In xy plane. A third charge, capital Q, a third charge, capital Q, is kept at the origin. Is kept at the origin. Is kept at the origin. Find the value of Q, capital Q. Find the value of Q. Find the value of Q in terms of Q and A. Small letter, Q and A. So that the electrostatic potential energy of the system, so that the electrostatic potential energy of the system 0. So that the electrostatic potential energy of the system 0. കഴിഞ്ഞോ? ഒന്നുകൂടെ വായിക്കണ ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? 2 point charges plus q and minus q are located at points 3a 0 and 0 4a respectively in xy plane. അപ്പൊ നമുക്ക് xy plane എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ഒരു xy plane വരക്കുക. xy plane വരച്ചു. ഫസ്റ്റ് പോയിന്റ് 3a 0. 3a 0 എന്ന് പറയുമ്പോൾ ഇത് എവിടെ വരും? x ആക്സിസിൽ വരും. 3a 0. അടുത്തത് 0 4a. ഇത് q, ഇത് മൈനസ് q. ഓക്കെ, പിന്നെ ജോയിൻ ചെയ്യും. അപ്പൊ എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വരച്ച് തന്നെ ചെയ്യണം കേട്ടോ. 2 പോയിന്റ്സ് നമ്മൾ വരച്ചു. പ്ലസ് ക്യൂ ഇരിക്കുന്നത് ഈ പോയിന്റിലും മൈനസ് ക്യൂ ഇരിക്കുന്നത് ഈ പോയിന്റിലും. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താ? അപ്പൊ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഫിഗർ വരച്ച് തന്നെ പോവുക. അടുത്ത പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? തേർഡ് ചാർജ് ക്യാപിറ്റൽ ക്യൂ ഈസ് കെപ്റ്റ് അറ്റ് ദ ഒറിജിൻ. ഒറിജിനിൽ ഒരു ക്യാപിറ്റൽ ക്യൂ ഇരിക്കുന്നുണ്ട്. Okay, third charge capital Q is kept at the origin. Find the value of Q in terms of Q and A, so that the electrostatic potential energy of the system. ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം എപ്പോഴാണ് 0 ആകുന്നത്? ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അറ്റ് ഇക്വിലിബ്രിയം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം 0. At equilibrium electrostatic potential energy of the system 0. ഓക്കെ, വാല്യൂ ഓഫ് ക്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ക്യൂ. അപ്പൊ ഇവിടെ നമുക്ക് 3 ചാർജസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാമല്ലോ. ഫസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് 3 പാർട്ടിക്കിൾ സിസ്റ്റം യു ഈക്വൽ ടു 1/4πε0 q1 q2 by r12 plus q1 q3 by r13 plus q2 q3 by r23. ഓക്കെ, ഒരെണ്ണം q1 ആയിട്ട് എടുക്കുക. 3 ചാർജസ് ഉണ്ട്. മൈനസ് ക്യൂ പ്ലസ് ക്യൂ, തേർഡ് ചാർജ് ക്യാപിറ്റൽ ക്യൂ. q1 q2 q3 എന്ന് പറഞ്ഞാൽ എടുക്കുക. പിന്നെ ഡിസ്റ്റൻസ് നോക്കിക്കേ. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 4a. ഇത് തമ്മിൽ 3a. അപ്പൊ ഇവിടെ എന്ത് വരും? 5a. എങ്ങനെ വന്നെന്ന് അറിയാലോ, പൈതഗോറസ് തിയറം. 5a വന്നു. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഒരെണ്ണം q1, ഒരെണ്ണം q2 q3 അങ്ങനെ എടുത്ത് ചെയ്യും. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ഈക്വൽ ടു q1 q2
ചെയ്തു പോയിക്കോ. ക്യൂവിന്റെ വാല്യൂ കിട്ടിയാ? എത്ര കിട്ടി? 12Q. ചെയ്തു നോക്ക്, കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്തു തരാം. വാ. എത്രയാണ് ഞാൻ ചെയ്യാൻ മോഡൽ എന്തെങ്കിലും ചെയ്യും. പെൻസിൽ എടുത്ത് വയ്ക്കുക. എങ്ങനെയല്ലല്ലോ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഇപ്പൊ കെ ക്യൂ കോമൺ ആണ്, ക്യൂ ബൈ എ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പൊ Q/3 മൈനസ് Q/4 അങ്ങനെ ചെയ്തു. ഓക്കെ, ഇത് കോമൺ ആക്കി പുറത്തേക്ക് എടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോ, ക്യൂവിന്റെ വാല്യൂ കിട്ടിയാൽ മതി. (4Q മൈനസ്) ചെയ്ത് നോക്കട്ടാ. കിട്ടിയാ കിട്ടിയാടാ? ഇവിടെ എന്ത് പറ്റി സ്ക്വയർ വന്നത്? ഇത് സ്മോൾ ലെറ്റർ ക്യൂ. സോറി 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 സോറി. ഇവിടെ വരില്ലല്ലോ. ഇത് ക്യൂ 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 എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ക്യാപിറ്റൽ ക്യൂ അല്ലല്ലോ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ അത്. ഓക്കെ, കിട്ടുന്നില്ലെങ്കിൽ മാത്രം ബോർഡിൽ നോക്കിയാൽ മതിയേ. കൈ
കൈ ഫുള്ള് ഞാൻ തുടച്ചോളാം ചെയ്യുന്നേ. കിട്ടിയാ അത്? കിട്ടിയില്ലടാ. Got to cancel capital Q here. When we're taking the LCM, after we take the LCM, we get capital Q small q minus capital Q small q. So we can cancel these two. ഇത് ഇവിടെ ഇത് ക്യാൻസൽ ഇതിവിടെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഇത് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ ഡിനോമിനേറ്റർ ആണെങ്കിൽ പിന്നെയും നോക്കാം. എനിക്ക് തന്നെ പെണ്ണെന്ന് പറഞ്ഞുതരാം. ഇത്ര ഓക്കെ ആയില്ലേ? ഇവിടെ ക്യൂ ബൈ എ ഉണ്ട്, ഇവിടെ ക്യൂ ബൈ എ ഉണ്ട്, ഇവിടെ ക്യൂ ബൈ ഉണ്ട്. അപ്പൊ നമുക്ക് ക്യൂ ബൈ എ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. കിട്ടിയോടാ? കെ ഓൾറെഡി ഉണ്ട്. ക്യൂ ബൈ എ നമ്മൾ കോമൺ ആക്കി പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ ഉള്ളത് ആരൊക്കെയാ? ക്യൂ ബൈ 3 ക്യൂ ബൈ 3 മൈനസ് ഓക്കെ മൈനസ് ഈ മൈനസ് ഇപ്പുറത്തേക്ക് വന്നു. അപ്പൊ ക്യൂ ബൈ 4 പിന്നെ ആരുള്ളത്? ഒരു ക്യൂ ബൈ എ പോയി, ബാക്കിയുള്ളത് ക്യൂ ബൈ 5. ഓക്കെ, ഇതിനെ മാത്രം നമുക്ക് എൽസിഎം എടുക്കാം. ഇത് ന്യൂമറേറ്റർ സെയിം, ഇതിനെ വേണ്ട. ഇതിനെ മാത്രം നമുക്ക് എൽസിഎം എടുക്കുമ്പോൾ എങ്ങനെ വരും? 4q മൈനസ് 3 into q ഡിവൈഡഡ് ബൈ 4 into 3 12 മൈനസ് q by 5. 4q minus 3q q by 12 minus q by 5. q by 12 equal to q by 5. q equal to 12q. Okay. എന്താണ് അത്? കിട്ടിയില്ലേ? അത് ഇത്ര മതിയോ? ആൻസർ ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കറിയാം, ഞാൻ നേരെ തിരിച്ചെടുത്ത്. ചാപ്റ്റർ തുടങ്ങണം എനിക്ക്. തിരിച്ചെടുത്താലും കിട്ടുമല്ല. നോക്കിക്കേ, ഇതല്ലേ ഇത്രല്ലേ? ഇവിടെ തുടങ്ങാവേ. നിന്റെ തന്നെ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ക്യൂ ബൈ എ കോമൺ ആക്കി പുറത്തേക്ക് എടുത്തു. എല്ലായിടത്തും ഉണ്ടല്ലോ ക്യൂ ബൈ എ. ഇവിടെ വരെ എത്തിയാ? പിന്നെ ഇനി എന്താ? ഇതിന്റെ എൽസിഎം എടുക്കാം. ഇത് ഒരേപോലത്തെ ടേമല്ലേ? അതിന്റെ എൽസിഎം നോക്കട്ടെ. കെ ക്യൂ ബൈ 3 മൈനസ് ക്യൂ ബൈ 4. ഇത്രക്കൊക്കെ പോണോ നമുക്ക്? നീ കിൻഡർ ഗാർഡനിലേക്ക് കുറച്ച് പഠിക്കാം. ക്യൂ ബൈ 5 ഇത് ചെയ്താ പോരെ? അതിന് 4q മൈനസ് 3q 4 into 3 12 മൈനസ് q by 5. ഇതിങ്ങനെ ഇത് വെച്ചെടുത്താ എന്താ നിനക്ക് പ്രശ്നം? ഇതുപോലെ ചെയ്താണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്ത വേറെ വല്ലത്തും ഇതുപോലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്താ അടച്ചു വെച്ചാണോ? മതിയായ? ഇല്ല മതിയായില്ലല്ലോ. പറയരുത് അങ്ങനെ. മതിയായിട്ടില്ല? ഇല്ല, ഞാൻ തന്നെ പറഞ്ഞേക്കാം. നിങ്ങക്ക് മതിയാവൂല ഉറപ്പായിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വീട്ടിൽ പോണോ? ടൈം ആയിട്ടില്ല. ഇല്ല, ആദ്യം കുറച്ച് അങ്ങോട്ട് ചോദിച്ചോണ്ട്. ഓക്കെ, എന്നാ ഒരു ഹോംവർക്ക്. ഒരു ഹോംവർക്ക് ആയിരിക്കും. What is the area of the plates of 0.1 microfarad parallel plate capacitor? What is the area of plates of 0.1 microfarad parallel plate capacitor
Given the separation between the plate is 0.11 0. ചെയ്തത് തന്നെ ഒന്നുകൂടെ വീട്ടിൽ പോയി ചെയ്യട്ടെ, വെറുതെ ഇരിക്കണ്ട. 0.1 millimeter. എന്താടാ? Given the separation between the plate is capacitor, parallel plate capacitor. Given the separation between the plate is 0.1 millimeter. അതൊരെണ്ണം. ഇനി ഒരു ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടെ. ഇത് ചെയ്യാൻ 5 മിനിറ്റ് വേണ്ട ചെയ്യാൻ. അടുത്തത് 3 capacitors. അടുത്ത ക്വസ്റ്റ്യൻ 3 capacitors are connected to 12-volt battery. 12-volt battery. ഫിഗർ വരച്ചെടുക്കണേ. ഇത് വരച്ചു. What is the effective capacitance of the combination? What is the effective capacitance of the combination? Okay. B part. What is the potential difference across? What is the potential difference across 2 microfarad capacitor? 2 microfarad capacitor. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് ഇതിന്റെ എഫക്റ്റീവ് കണ്ടുപിടിക്കാം. ഇത് പാരലൽ അല്ലേ, അപ്പൊ ഇതിന്റെ എഫക്റ്റീവ് കണ്ടുപിടിച്ച് നമുക്ക് ഇവിടെ ഒരു കപ്പാസിറ്റർ കിട്ടും. അതിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ 2 മൈക്രോഫാരഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 മൈക്രോഫാരഡ് ആണ്. പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഇവിടെ എഫക്റ്റീവ് കണ്ടുപിടിക്കുക. അപ്പൊ ഒരു കപ്പാസിറ്റർ വരും, അതിന്റെ കണ്ടുപിടിക്കുക പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി വേണോ അടുത്ത ചാപ്റ്റർ തുടങ്ങിയാലോ? ചെറുതായിട്ട് തുടങ്ങാം അല്ലേ? 6:30 ആയിട്ടില്ല. 24 6 മിനിറ്റ് ഉണ്ട്. ഇനി ജസ്റ്റ് തുടങ്ങാം ചെറുതായിട്ട്. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഹെഡിങ് ഒക്കെ എഴുതി വെച്ചോ. ഞാൻ പറയണമെന്നില്ല, വേറെ ഒന്നും എഴുതിപ്പിക്കല്ല. അടച്ചു വെച്ച് കഴിഞ്ഞ് ആണോ? ഉണ്ടല്ലോ. നിങ്ങൾ പറയില്ല, എനിക്കറിയാം. എന്തും കുഴപ്പമില്ലല്ലോ. നിനക്ക് പ്രശ്നമുണ്ടോ? ഓക്കെ, കറന്റ് ഇലക്ട്രിസിറ്റി ഇല്ല. പറയൂട്ടെ, നീ പറയുന്നോറും ഞാൻ ഇങ്ങനെ പറയും. ഓക്കെ, ഒരു സെന്റൻസ് കൂടി എഴുതാൻ പറ്റുമോ? ഇല്ല. എന്ത് പിള്ള ഓക്കെ, ഒരു ചെറിയ സെന്റൻസ് കൂടെ എഴുതോ? എന്നാ ഓക്കെ.